Hi, hello. Welcome to ASF Academy. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഴിഞ്ഞ വീഡിയോന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിലെ കുറച്ച് ടോപ്പിക്സ് ആണ്. എസ്പെഷ്യലി സ്റ്റെപ്സ് ആണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസ് അല്ലെങ്കിൽ MSMEയുടെ ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ നോക്കിയിരിക്കണം. ഇന്ന് നമ്മളുടെ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, സ്റ്റെപ്സ് ഫോർ സ്റ്റാർട്ടിങ് MSME. MSME സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട സ്റ്റെപ്സ് ആണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ആക്ച്വലി 16 സ്റ്റെപ്സ് ആണുള്ളത്. 1 by 1 നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കാനിങ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ബിസിനസ് എൻവയോൺമെന്റ് സ്കാൻ ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ആവശ്യമാണ് ഓണ്ടർപ്രണറിന് ഫോർ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഓണ്ടർപ്രണേഴ്സ് നിർബന്ധമായിട്ടും ബിസിനസ് എൻവയോൺമെന്റ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും മനസ്സിലാക്കിയിട്ടുണ്ടാവണം. നമ്മൾ ചെയ്യാൻ പോകുന്ന വെഞ്ചേഴ്സിന് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് നമ്മൾ എൻവയോൺമെന്റ് നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ഓണ്ടർപ്രണേഴ്സ് ഷുഡ് സ്റ്റഡി ദ റൂൾസ്, റെഗുലേഷൻസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്. ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള പോളിസീസ്, പ്രൊസീജിയർ, റൂൾസ്, റെഗുലേഷൻസ് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവണം ഒരു ഓണ്ടർപ്രണർ ബിഫോർ സ്റ്റാർട്ടിങ് ദ ന്യൂ വെഞ്ചേഴ്സ്. പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. അതേപോലെ അവർ മനസ്സിലാക്കുന്ന വേറൊരു കാര്യമാണ് ഗവൺമെന്റ് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടാവും. ഗവൺമെന്റ് പ്രൊവൈഡ് ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടാവും. അത് ഏതൊക്കെയെന്നുള്ളതും അവർ മനസ്സിലാക്കിയിരിക്കാം. ലാസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മെയിൻ ഒരു കാര്യമാണ് ഓണ്ടർപ്രണേഴ്സ് അറിഞ്ഞിരിക്കണം ഹിംസെൽഫ് നോ ദെയർ ഓൺ ഡെഫിഷ്യൻസി. എന്തൊക്കെയാണ് അവരിലുള്ള ഡെഫിഷ്യൻസി എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഡെഫിഷ്യൻസിനെ റെക്ടിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ വേണ്ട ട്രെയിനിങ്സ് അവരെടുത്തിട്ടിരിക്കണം. ഇന്ന് ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ട് അവരിലുള്ള ഡെഫിഷ്യൻസീസ് എല്ലാം ഓവർകം ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള 3 മെയിൻ പോയിന്റ്സ് ആണ് നമ്മൾ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെന്റ് സ്കാനിങ്ങിൽ വരുന്നത്. ഒന്ന്, ബിസിനസ്സിനോ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ത്രെഡ്സ് മനസ്സിലാക്കുക. സെക്കൻഡ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന റൂൾസ്, റെഗുലേഷൻസ് ആവട്ടെ, പോളിസീസ് ആവട്ടെ, അല്ലെങ്കിൽ അതർ ഫോർമാലിറ്റീസ് ആവട്ടെ, എന്തെല്ലാമാണെന്നുള്ള സ്റ്റഡി ചെയ്യുക. തേർഡ്, ഓണ്ടർപ്രണേഴ്സ് അവരുടെ ഡെഫിഷ്യൻസി എന്താണെന്ന് മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് പ്രോഗ്രാംസ് എടുക്കുക. ഈ 3 പോയിന്റ്സ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ അവർ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. സെക്കൻഡ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ദ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ്. ഇതൊരു പ്രൈമറി ഡിസിഷൻ ആണ്. ഒരു പ്രോസ്പെക്റ്റീവ് ഓണ്ടർപ്രണേഴ്സ് കറക്റ്റ് ആയിട്ട് ചൂസിങ് ദ റൈറ്റ് പ്രോഡക്റ്റ് ഓർ ലൈൻ ഓഫ് ആക്ടിവിറ്റീസ്. കാരണം ഇത് സക്സസിന് വളരെ നമ്മൾ കറക്റ്റ് ചൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് കറക്റ്റ് ആയിരിക്കുക എന്നുള്ളത് ഒരു പ്രോഡക്റ്റിന്റെ സക്സസ് അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സിന്റെ സക്സസിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഇതൊരു ക്രൂഷ്യൽ ഡിസിഷനാണ്. നമ്മൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എടുക്കുന്ന തീരുമാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്ന ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതേപോലെ ഈ പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ന്യൂ പ്രോഡക്റ്റ് ആയി പ്രൊഡ്യൂസ് ചെയ്യാന്നില്ലേക്ക് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത നമ്മൾ പുതുതായി ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനില്ല. ചില ടൈമിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്ത് ഇറക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്ന ഡിസിഷൻ. അപ്പൊ ഇതിൽ ഏതാണെങ്കിലും പ്രോഡക്റ്റ് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ട ഒരു കാര്യം. കാരണം ന്യൂ പ്രോഡക്റ്റ് ആണ്, എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ആണെങ്കിലും ഇതിന് സാധ്യതയുള്ള ഡിമാൻഡ്, ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് റിസർച്ച്, മാർക്കറ്റ് സർവേസ് കണ്ടക്ട് ചെയ്യുക. അതേപോലെ നമ്മളുടെ എത്രത്തോളം ഡിഗ്രി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, എത്രത്തോളം നമ്മുടെ ഈ പ്രോഡക്റ്റിനോട് സിമിലർ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ് എത്രത്തോളം ഉണ്ട്, അതിന് എത്രത്തോളം നമ്മുടെ പ്രോഡക്റ്റിന് എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എന്ന് പറയുന്ന ഓണ്ടർപ്രണേഴ്സ് ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ വെച്ചിട്ടാവണം അവർ ഒരു പ്രോഡക്റ്റ് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, അത് ഇൻ ദ കേസ് ഓഫ് ന്യൂ പ്രോഡക്റ്റ് ആവട്ടെ, എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിന് എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യമാവട്ടെ, എന്താണെങ്കിലും നമ്മൾ ഇവിടെ അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്. ഏത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഏത് ഫോം ഓഫ് ഓണർഷിപ്പ് ആണ് സെലക്ട് ചെയ്യേണ്ടത് ഈ ഒരു സെക്ഷനിൽ വെച്ചിട്ടാണ്. കാരണം അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ആണ് ഒരു ഓണ്ടർപ്രണർ എടുക്കുന്നത്. കാരണം പുതുതായി ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഓണ്ടർപ്രണർ ഒറ്റക്കാണോ ഒരു ബിസിനസ് നടത്തുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിയിട്ടാണോ ഈ ഒരു ബിസിനസ് നടത്താൻ പറ്റും. ചില ടൈമിൽ നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് നമുക്കറിയാം. ഹി ഹാസ് ടു സെലക്ട് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ചില ടൈമിൽ ഫാമിലി
ഫാമിലി ഓണർഷിപ്പ് ആവാം, പാർട്ട്ണർഷിപ്പ് ആവാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ. ഇതിൽ ഏത് ഫോം ഓഫ് ഓണർഷിപ്പ് ആണ് എന്നുള്ളത് ഈ ഒരു സെക്ഷനിൽ വെച്ചിട്ടാണ് ഓണ്ടർപ്രണർ ചൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൽ ഏതാണെന്ന് സെലക്ട് ചെയ്യുന്നത് ഒരുപാട് അതർ ഫാക്ടേഴ്സ് വെച്ച് നമ്മളെ ഫിനാൻസ് അല്ലെങ്കിൽ നമ്മളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് അല്ലെങ്കിൽ നമ്മളിൽ എന്തോളം ക്വാളിറ്റീസ് ഉണ്ട്, നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ, നമ്മളുടെ ഒറ്റയ്ക്ക് അതിനുള്ള ഫണ്ട് അവൈലബിൾ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഫാക്ടേഴ്സ് വെച്ചിട്ട് ഇതിൽ ഏത് ഫോം ഓഫ് ഓണർഷിപ്പ് ആണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ലൊക്കേഷൻ ആൻഡ് സൈറ്റ്. നമ്മൾ ഏത് ലൊക്കേഷൻ അല്ലെങ്കിൽ ഏത് സൈറ്റ് ആണ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റെപ്പിൽ വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സെക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. കാരണം ഇതാണ് സക്സസിൻ്റെ ലൊക്കേഷൻ ഡിറ്റർമൈൻ ദ സക്സസ് ഓഫ് ഫെയിലിയർ ഓഫ് ദ എന്റർപ്രൈസസ്. ഒരു കമ്പനിയുടെ സക്സസിന് ഫെയിലിയറിന് വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ സൈറ്റ് എന്ന്, പ്രൊഡക്ഷൻ സൈറ്റ് എന്ന് പറയുന്നത്. ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന മുന്നേ അതിനോട് ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യും. ലൈക്ക് നിയർനെസ് ടു മാർക്കറ്റ്, നമ്മളെ അടുത്താണോ നമ്മളുടെ അവൈലബിൾ അല്ലെങ്കിൽ നമ്മളെ പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് ലൊക്കേഷന്റെ അടുത്താണോ, അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് റോ മെറ്റീരിയൽ, നമ്മളുടെ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി, അല്ലെങ്കിൽ നമ്മളെ മാൻ പവർ റിക്വയർമെന്റ്, നമ്മളെ ടെക്നോളജി അവൈലബിലിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യുക. കാരണം നമ്മളെ ലൊക്കേഷൻ ഒരു സ്ഥലത്തും നമ്മളെ മെറ്റീരിയൽ ഒരുപാട് ദൂരെ ഒരു സ്ഥലത്തുവാണെങ്കിൽ അതിനെ ഇവർക്ക് റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കോസ്റ്റ് വരാം, അതേപോലെ ഡിലേ വരാം അങ്ങോട്ട് എത്തുന്നതിൻ്റെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയൽസും സോഴ്സസും നമ്മുടെ ലൊക്കേഷനും വളരെ അടുത്തായിരിക്കണം. അതേപോലെ നമ്മളുടെ മാർക്കറ്റ്, നമ്മൾ ഏത് പ്രോസ്പെക്റ്റീവ് മാർക്കറ്റാണ് ഉദ്ദേശിക്കുന്നത് അതും നിയറസ്റ്റ് ആവണേ ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ലൊക്കേഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബിഫോർ ലൊക്കേറ്റ് ഈസ് പ്ലാന്റ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ ഈ ഷുഡ് ascertain whether the area is declared as an industrial area or not. നമ്മളുടെ പ്ലാന്റ് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട സെക്കൻഡ് കാര്യം. കാരണം ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഒരുപാട് പ്രിഫറൻസസ് അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ കിട്ടാനുള്ള സബ്സിഡി പോലെയൊക്കെ കിട്ടാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ എവിടെയാണ് നമ്മൾ ലൊക്കേഷൻ എന്നുള്ളത് കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതേപോലെ വേറൊരു കാര്യമാണ് നമ്മൾ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്ന ടൈമിൽ നോക്കേണ്ടത്, നമ്മളെ പ്ലോട്ട്, ഫാക്ടറിക്ക് വേണ്ടിയുള്ള പ്ലോട്ട് അല്ലെങ്കിൽ ഷെഡ് നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യണമെന്നുള്ളത്. ചിലപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ ആ ലാൻഡ് പർച്ചേസ് ചെയ്തതാവാം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ ഉണ്ടാവും, ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ഏജൻസിയുടെ ഒക്കെ കീഴിൽ വരുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ ഉണ്ടാവും. അതിൽ നിന്നുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ പ്ലോട്ട് ആവും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതും അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സുകൾ ഉണ്ടാവും, അവരുടെ കീഴിൽ നിന്ന് വരുന്ന വല്ല പ്ലോട്ട് ആവും. ഇതിൽ ഏതാണ് എന്നുള്ളത് നമ്മൾ വളരെയധികം കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ് സക്സസ് ഓഫ് ഫെയിലിയർ ഓഫ് ദി ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ എന്റർപ്രൈസസിന്റെ സക്സസ് ഓഫ് ഫെയിലിയറിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ലൊക്കേഷൻ അല്ലെങ്കിൽ നമ്മളുടെ സൈറ്റ് സെലക്ട് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, ഡിസൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ് പറയുന്നത്. ഇപ്പൊ പ്രോഡക്റ്റ് എന്താ തീരുമാനിച്ചു, ഫോം ഓഫ് ഓണർഷിപ്പ് എന്താ തീരുമാനിച്ചു, ലൊക്കേഷൻ സെലക്ട് ചെയ്തു, ഇനി നമ്മളെ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാവണം എന്നുള്ളതാണ്. ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചർ തീരുമാനിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ വളരെ ശ്രദ്ധിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് ഓണ്ടർപ്രണർ. ഡിസൈഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഓണ്ടർപ്രണർ. കാരണം ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ വഴിയാണ് നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ പ്രൊക്യൂർ ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ഓണേഴ്സ് ക്യാപിറ്റലിന്റെ പുറമെ, അതായത് ഓണർഷിപ്പ് ക്യാപിറ്റലിന്റെ പുറമെ നമ്മൾ ഒരുപാട് അതർ ഫിനാൻസ്, നമ്മൾ ഫിനാൻസ് ഫ്രം ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് എന്നാവാം, ടേം ലോൺസ് ഫ്രം ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാവാം, അങ്ങനെയുള്ള പല സോഴ്സസും നമ്മൾ ഫണ്ട് അവൈലബിൾ ആക്കാൻ നോക്കും. അത് ഏതൊക്കെ ആണ് എന്നുള്ളതും ഓണേഴ്സ് ക്യാപിറ്റൽ എങ്ങനെയാണ് എന്നുള്ളത്, ഷെയർ ഹോൾഡേഴ്സിന്റെ, ഇപ്പൊ കമ്പനിയാണ് ഷെയർ ഹോൾഡേഴ്സ്, അപ്പൊ അത് എത്രത്തോളം എന്നുള്ളതൊക്കെ തീരുമാനിക്കുക ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു സെക്ഷനിൽ വെച്ചിട്ടാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഇവിടെ വെച്ചിട്ടാണ് സ്ട്രക്ചർ ഓഫ് ദ ക്യാപിറ്റൽ. ഓക്കെ, ഇതാണ് ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത്, ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്വയറിംഗ് മാനുഫാക്ചറിംഗ് നോഹോ ഓർ ടെക്നോളജി. ഓക്കെ,
ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില പ്രോഡക്റ്റുകൾക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന ചില പ്രോജക്റ്റുകൾക്ക് നമുക്ക് ഹൈ ലെവൽ ടെക്നോളജീസിൻ്റെ ആവശ്യമുണ്ട്. സോഫിസ്റ്റിക്കേറ്റഡ് മാനുഫാക്ചറിങ് നോ ഹൗ ആവശ്യമുണ്ടാവും. നോ ഹൗ ഈസ് റിക്വയർഡ്. അപ്പോൾ ചില ഹൈടെക് ടെക്നോളജി ആകുമ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ചില പ്രോജക്റ്റിന് സിമ്പിൾ ടെക്നോളജി ആവും ആവശ്യമുണ്ടാവും, ചില പ്രോജക്റ്റിന് സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി ആവും ആവശ്യമുണ്ടാവുക. ഓക്കെ, അങ്ങനെയുള്ള കേസസിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാനുഫാക്ചറിങ് നോ ഹൗസ് കുറേ പ്രൊവൈഡ് ചെയ്യുന്നു നമുക്ക് വേണ്ടിയിട്ട്. ലൈക്ക് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കിട്ടുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില റിസർച്ച് ലാബോറട്ടറീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ചില ബിഗ് ഇൻഡസ്ട്രീസിൻ്റെ R&D ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെന്നാണ് നമുക്ക് നല്ലതെന്ന് ഡിസൈഡ് ചെയ്യലാണ് ഈ 6th സ്റ്റെപ്പിൽ വരുന്നത്. ഓക്കെ, 7th സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് പ്രോജക്റ്റ് റിപ്പോർട്ട്. പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ. ഇപ്പം നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ പറഞ്ഞു, മാനുഫാക്ചറിങ് നോ ഹൗ അക്വയർ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ. പ്രോജക്റ്റ് റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ എന്താ, ഇറ്റ് ഈസ് എ റിട്ടൺ ഡോക്യുമെന്റ് about the project. പ്രോജക്റ്റിനെ കുറിച്ചിട്ടുള്ള റിട്ടേൺ ഡോക്യുമെന്റ് ആണ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻ ഓൾ ദ ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു ദ പ്രോജക്റ്റ്. പ്രോജക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസ് ഉണ്ടാവും. ലൈക്ക് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഫീസിബിലിറ്റി അല്ല, ഫിനാൻഷ്യലി വയബിലിറ്റി ആവുക, എക്കണോമിക്കൽ വയബിലിറ്റി ആവുക, അല്ലെങ്കിൽ സോഷ്യൽ ഡിസൈറബിലിറ്റിനാവുക, അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ചിട്ടാവുക, പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാവുക, പ്ലാൻ ലേഔട്ടിനെ കുറിച്ചിട്ടാവുക. അങ്ങനെ എൻറ്റയർലി ഈ പ്രോജക്റ്റിനെ നമ്മൾ പ്രൊപ്പോസൽ പ്രോജക്റ്റിനെ കുറിച്ചിട്ടുള്ള A to Z കാര്യങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ടാണ് പ്രോജക്റ്റ് റിപ്പോർട്ട്. ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് എന്തിനാ വെച്ചാൽ ഇത് ഒന്നല്ലെങ്കിൽ ഓണേഴ്സ് ഇറ്റ്സെൽഫ്, ഓണേഴ്സ് ലൈക്ക് ഓണ്ടർപ്രണേഴ്സ് തന്നെ ഇത് പ്രിപ്പയർ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും കൺസൾട്ടിങ് ഏജൻസീസ് ആവാം ഓണ്ടർപ്രണേഴ്സിന് വേണ്ടിയിട്ട് ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. ഇത് ചെയ്യുന്നത് ഒരു ഓണ്ടർപ്രണേഴ്സിന്റെ വർക്ക് നടക്കുമ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല. ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളും ഓണ്ടർപ്രണേഴ്സിനുണ്ട്. നമ്മൾ ലോണിന് വേണ്ടി ബാങ്ക്സിനോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുത്തോ സമീപിക്കുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്ന പ്രോജക്റ്റ് റിപ്പോർട്ടാണ്. ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് വെരിഫൈ ചെയ്തിട്ടാണ് അവർ ലോൺസ് അപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ സാങ്ഷൻ ചെയ്യുക. അതേപോലെ ഗവൺമെന്റിന്റെ അടുത്ത് ഒരുപാട് ഫോർമാലിറ്റീസ് നമ്മൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റിന്റെ ഫേസ് ചെയ്യേണ്ടി വരും. ആ ടൈമിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും ചോദിക്കുന്നത് പ്രോജക്റ്റ് റിപ്പോർട്ടാണ്. ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഓരോ കാറ്റഗറിയിൽ നമ്മൾ ഫോർമാലിറ്റീസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ 7th സ്റ്റെപ്പ് എന്ന് പറയുന്ന പ്രിപ്പറേഷൻ ഓഫ് പ്രോജക്റ്റ് റിപ്പോർട്ട്. പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത ശേഷം നമ്മൾ ചെയ്യുന്ന രജിസ്ട്രേഷൻ ആസ് എ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി ആയിട്ട് ഇത് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയും. രജിസ്ട്രേഷൻ എന്തിനാ ചെയ്യുന്നത്? there is no statutory obligation. ഒരു ഓണ്ടർപ്രണർ എന്റർപ്രൈസസിനെ രജിസ്റ്റർ ചെയ്യണമെന്നതിൽ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഇല്ല. പക്ഷേ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫെസിലിറ്റീസ്, ഇൻസെൻറ്റീവ്സ്, കൺസെഷൻസ് ഒക്കെ ഗവൺമെന്റ്, സ്റ്റേറ്റോ സെൻട്രൽ ഗവൺമെന്റ് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രജിസ്ട്രേഷൻ ചെയ്യുന്ന വഴി ഒരുപാട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടും, അല്ലെങ്കിൽ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ അറ്റ് കൺട്രോളബിൾ പ്രൈസിന്റെ ഒരു താങ്ങുവില എന്നൊക്കെ പറയില്ലേ, അപ്പോൾ റോ മെറ്റീരിയൽസിന്റെ സപ്ലൈ അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കി കിട്ടും കൺട്രോളബിൾ പ്രൈസിൽ. തേർഡ് എന്ന് പറയുന്നത് ഈ ഒരു സർട്ടിഫിക്കറ്റ് എസെൻഷ്യൽ ആണ്. ഏത് ടൈമിൽ നമ്മൾ റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ, അല്ലെങ്കിൽ എക്സ്പോർട്ടിങ് പ്രൊമോഷനിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ ഈ സർട്ടിഫിക്കറ്റ് വളരെയധികം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ നമ്മൾ എല്ലാ ഇൻഡസ്ട്രീസ്, എല്ലാ ഓണ്ടർപ്രണേഴ്സും നിർബന്ധമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പറഞ്ഞ കൺസിഡറേഷൻസ് എല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ എവറി ഓണ്ടർപ്രണേഴ്സ് നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ ചെയ്യും. ഓക്കെ, there are 2 type of registration നമുക്കുണ്ട്. 2 സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുക. ടൈപ്സ് എന്നല്ല പറയാം, 2 സ്റ്റേജ് ആയിട്ടാണ് ചെയ്യുക. ഒന്ന് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ, ഒന്ന് പെർമനന്റ് രജിസ്ട്രേഷൻ. ഫസ്റ്റ് നമ്മൾ ചെയ്യുക പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ആണ്. പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന എന്തിനാ, ഇതിന്റെ വാലിഡിറ്റി എന്താണെന്ന് വെച്ചാൽ 1 ഇയറിനാണ് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ. താൽക്കാലിക രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അതിന്റെ വാലിഡിറ്റി അറിയാൻ 1 ഇയർ ആണ്. നമുക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയില്ല, അതേപോലെ ഇവിടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്താൽ കിട്ടുമായിരിക്കും. അത് 1 ഇയർ ആണ് വാലിഡിറ്റി. പക്ഷേ അവർക്ക് 3 times ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് 6 മാസം കൂടുമ്പോൾ 1 ഇയർ കഴിഞ്ഞിട്ട് 6 മാസത്തിന് വേണ്ടിയിട്ട് 3 പ്രാവശ്യമായിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ഇവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എന്തിനോണ്ടാണ് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ബിസിനസ്
റൺ ചെയ്തതിന് ശേഷം മാത്രമേ അല്ലെ പ്രൊഡക്ഷൻ തുടങ്ങിയാൽ മാത്രമേ പെർമനന്റ് രജിസ്ട്രേഷൻ ചെയ്യുള്ളൂ. അതുവരെ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ബിസിനസിന്റെ എക്സിസ്റ്റൻസ് ആവുന്നത് വരെ നമുക്ക് അതിന്റെ ഓരോ നെസസറി സ്റ്റെപ്സ് എടുക്കുന്ന വരെ ഒരു ഓൺടർപ്രണർ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്യും. അതും മാക്സിമം 3 ടൈംസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ നമ്മൾ എവിടുന്നാ ചെയ്യാന്ന് വെച്ചാൽ അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടുക താലൂക്ക് ഇൻഡസ്ട്രീസ് ഓഫീസറിന്റെ അടുത്ത് നിന്നാണ് ആ രജിസ്ട്രേഷൻ കിട്ടുക. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ടൈമിൽ എന്തുകൊണ്ടാണ് ബിസിനസ് പ്രൊഡക്ഷൻ നടക്കാത്തത് എന്നുള്ളതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുക താലൂക്ക് ഇൻഡസ്ട്രീസ് ഓഫീസറിന്റെ അടുത്ത്. അദ്ദേഹമാണ് ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നത്. ഈ രജിസ്ട്രേഷൻ നമുക്ക് രജിസ്ട്രേഷൻ ഗ്രാൻറ്റഡ് ചെയ്ത് തരുന്നത് അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസർ ആണ്. നമുക്ക് ഗ്രാൻഡ് ചെയ്ത് വരുന്നത് അത് താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സിലാണ് അദ്ദേഹം ആ ഒരു അവൈലബിലിറ്റി ഉണ്ടാവുക. ഓക്കെ, ഇതിൽ പറയുന്ന നമ്മൾ ചെയ്യുന്ന താലൂക്ക് ഇൻഡസ്ട്രീസ് ഓഫീസറാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇത് രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്തതിന് ADIO അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസർ ആണ് ഇത് ചെയ്ത് തരിക. വിച്ച് ഈസ് അവൈലബിൾ ഇൻ ഓൾ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് രജിസ്ട്രേഷൻ ആസ് എ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 9th പോയിന്റ് എന്ന് പറയുന്നത് ഒബ്റ്റെയിനിങ് സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസസ്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഇവിടെ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആവട്ടെ ലൈസൻസ് വളരെ അത്യാവശ്യം. ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റൂ. അപ്പോൾ ചെറിയൊരു റെസ്റ്റോറന്റ് ആവട്ടെ ലൈസൻസ് ഇല്ലാതെ നടത്താൻ പറ്റില്ല. ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സോ ഏത് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണെങ്കിലും ലൈസൻസ് വളരെ അത്യാവശ്യമാണ്. ഇവിടെ 2 സെക്ഷൻ ആയിട്ടാണ് ലൈസൻസ് കിട്ടുക. ലൈസൻസ് ഫ്രം ദ ലോക്കൽ ബോഡീസിൽ നിന്ന് നമ്മൾ ലൈസൻസ് കിട്ടും. അതേപോലെ ഡയറക്ടറേറ്റ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന്റെ കയ്യിൽ നിന്നും ലൈസൻസ് കിട്ടും. ലോക്കൽ ബോഡീസ് ആണെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടും പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ടും ആണ് ലൈസൻസ് നമുക്ക് കിട്ടുന്നത്, ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നത്. സെക്കൻഡ് കേസിലാണെങ്കിൽ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ബോയിലേഴ്സിന്റെ ലൈസൻസ് കിട്ടും. ഫ്രം ദ ഡയറക്ടേഴ്സ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് എന്നാണെങ്കിൽ ഫസ്റ്റ് വൺ പറയുന്നത് നമ്മുടെ ഫാക്ടറി ബിൽഡിങ്ങിലെ അപ്രൂവൽ ആണ്. ആ സെക്ഷനിൽ നിന്ന് നമുക്ക് ലൈസൻസ് കിട്ടുന്നത്. കാരണം അവരെ കയ്യിൽ നിന്ന് ലൈസൻസ് കിട്ടിയാൽ മാത്രമേ ഫാക്ടറി ബിൽഡ് ചെയ്യാൻ പറ്റൂ. അതേപോലെ ഫാക്ടറി ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിലും നമുക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ടാവും. ഈ 2 സെക്ഷൻ ആയിട്ടാണ് നമുക്ക് ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, 10th പോയിന്റ് എന്ന് പറയുന്നത് അപ്ലൈ ഫോർ പവർ കണക്ഷൻ. നമുക്ക് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ കറണ്ട് ഇലക്ട്രിസിറ്റി കിട്ടിയാൽ മാത്രമേ പ്രൊഡക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ലൈസൻസ് കിട്ടിയതിന് ശേഷം നമ്മൾ പവറിന് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. 2 ടൈപ്പിലാണ് പവർ വരുന്നത്, ലോ ടെൻഷൻ ആൻഡ് ഹൈ ടെൻഷൻ. LT ആൻഡ് HT ലെവലിലാണ്. LT ആണെന്നുണ്ടെങ്കിൽ കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞാൽ 75 HP ആയിരിക്കും. ചില ടൈമിൽ 75 HP to 130 HPന്റെ കീഴിലാണ് കണക്റ്റഡ് ലോഡെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം LT ആണോ വേണ്ടത് HT ആണോ സപ്ലൈ വേണ്ടത് എന്നുള്ളത് ഒരു ഓണ്ടർപ്രണർക്ക് ചൂസ് ചെയ്യാം. നോർമലി SSI യൂണിറ്റ് അല്ല LT കാറ്റഗറിയിലാണ് നോർമലി വരാറ്. ഓക്കെ, ഇതാണ് പവർ കണക്ഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഏത് ടൈപ്പ് ഓഫ് കണക്ഷൻ ആണ് LT ആണോ HT ആണോ വേണ്ടത് എന്നുള്ളത് ഈ ഒരു ടൈമിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, 11th പോയിന്റ് എന്ന് പറയാം അറേഞ്ച്മെന്റ് ഓഫ് ഫിനാൻസ്. ഓക്കെ, പവർ കിട്ടി, ഇനി നമുക്ക് പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ ഫണ്ട് വേണം. ഫണ്ട് വരുന്നതാണ് 11th പോയിന്റ് നമ്മൾ പറയാം അറേഞ്ച്മെന്റ് ഓഫ് ഫിനാൻസ്. ഇവിടെ ഫിനാൻസ് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഫിനാൻസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സിനെ അക്വയർ ചെയ്യേണ്ടത് 2 ടൈപ്പിലാണ് നമുക്ക് ഫിനാൻസ് ഇവിടെ വേണ്ടത്. ഒന്ന് ഫിക്സ്ഡ് അസറ്റിന്റെ അക്വയർമെന്റിന് വേണ്ടിയിട്ടും ഒന്ന് വർക്കിംഗ് ക്യാപിറ്റൽ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻസ് ആണ് വേണ്ടത്. ഫിക്സ്ഡ് അസറ്റ് പറയുമ്പോൾ അല്ലെങ്കിൽ ഫിക്സ്ഡ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ് പറയുമ്പോൾ ഫിക്സ്ഡ് അസറ്റ് അക്വയർ ചെയ്യാം. ലാൻഡ്, ബിൽഡിങ്സ് അല്ലെങ്കിൽ മിഷനറീസ് മേടിക്കുമ്പോൾ ബിൽഡിങ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫിനാൻസ് ആണ് ഫിക്സ്ഡ് ലെവലിൽ ഫിക്സ്ഡ് ടേമിൽ വരുന്നത്. മറ്റേ കറന്റ് അസറ്റ് എന്ന് പറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾക്കുള്ള ഫിനാൻസ് ആണ് ആ സെക്ഷനിൽ വരുന്നത്. ഈ 2 ടൈപ്പിലാണെങ്കിലുള്ള ഫിനാൻസ് അക്വയർ ചെയ്യലാണ് ഈ ഒരു സ്റ്റേജ്. അതിന്റെ സോഴ്സസ് നമുക്ക് ഒന്നല്ലേ ഓണേഴ്സ് ക്യാപിറ്റൽ ആവാം, അല്ലെങ്കിൽ സബ്സിഡി ഫ്രം സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സബ്സിഡി ആവാം, അല്ലെങ്കിൽ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് ഫ്രം ദ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്
അപ്ലിക്കൻസ് ആവാം, നമ്മൾ പേഴ്സണലി ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിൻ്റെ അടുത്ത് നിന്നോ ബാങ്കിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്നൊക്കെ കിട്ടുന്ന ലോൺസ് ആവാം. അങ്ങനെ ഏത് വഴിയാണോ ടോട്ടലില്ല എത്രത്തോളം ഫിനാൻസ് വേണം അത് മൊത്തം അറേഞ്ച് ചെയ്യലാണ് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ ഫിനാൻസ് അറേഞ്ച്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് രജിസ്ട്രേഷൻ അണ്ടർ GST ആക്ട്. GST ആക്ടിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഇൻകം ടാക്സിന്റെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ ആക്ടിന്റെ പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്യലാണ് ഈ ഒരു ലെവലിൽ വരുന്നത്. മുമ്പായിരുന്നെങ്കിൽ നമുക്ക് സെയിൽസ് ടാക്സ്, എക്സൈസ് ടാക്സ് പറഞ്ഞിട്ട് സെപ്പറേറ്റ് 2 ടാക്സ് ആയിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ GST പറഞ്ഞിട്ട് സിംഗിൾ ടാക്സ് ആയിട്ടാണ് പറഞ്ഞത്. അതിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമ്മൾ പ്രോഡക്റ്റിന് നമുക്ക് പ്രൊഡക്ഷൻ നടത്തി മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻസ്റ്റലേഷൻ ഓഫ് മിഷനറി. അങ്ങനെ എല്ലാ ടാക്സ് കാര്യങ്ങളും എല്ലാം നമ്മൾ അറേഞ്ച്, ലൈസൻസ് കിട്ടി, നമ്മൾ വേണ്ട പവർ പവർ അപ്ലൈ ചെയ്ത് അത് കിട്ടി, നമ്മൾ വേണ്ട അറേഞ്ച്മെന്റ് ചെയ്ത് ഫിനാൻസിന് വേണ്ടിയിട്ട് എല്ലാം കഴിഞ്ഞ് മിഷനറി പ്ലാൻ ലേഔട്ടൊക്കെ ആയി. ഇനി നമ്മൾ വേണ്ടത് മിഷനറി, നമ്മുടെ എക്യുപ്മെന്റ്സും മിഷനറീസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. പ്രൊഡക്ഷൻ നടത്തണ്ട, അതിന് വേണ്ടിയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ചെയ്ത്. അപ്പോൾ പ്രൊഡക്ഷന് വേണ്ടിയുള്ള മിഷനറീസ് ഇൻസ്റ്റാൾ ചെയ്യുക, അത് മേടിച്ച് അത് ഇൻസ്റ്റാൾ ചെയ്യലാണ് ഈ സ്റ്റേജ് നമ്മൾ ചെയ്യുന്നത്. ആസ് പെർ നമ്മൾ പ്ലാൻ ലേഔട്ടിനനുസരിച്ച് നമ്മൾ ഇൻസ്റ്റലേഷൻ ആണ് ഇവിടെ വരുന്നത്. ഏതൊക്കെ ടൈപ്പ് ഓഫ് മിഷൻ, ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കൂടുതൽ MSMEസും വിത്തിൻ ദ ഈ കൺട്രി, അതായത് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയുടെ ഉള്ളിൽ വരുന്ന മിഷൻസ് തന്നെ ആവും കൂടുതൽ. അപ്പോൾ അവർക്ക് ഫോറിൻ ക്യാപിറ്റൽസ് ഒക്കെ കുറവായിരിക്കും. അപ്പോൾ ഇവരുടെ ലിമിറ്റഡ് ഫണ്ടിൻ്റെ അകത്ത് വരുന്ന ഇൻവെസ്റ്റ്മെന്റിനനുസരിച്ചുള്ള മിഷൻസ് ഇവിടുന്ന് തന്നെ മേടിച്ചതായിരിക്കും. അപ്പോൾ ഏതോ ആയിക്കോട്ടെ ആ മിഷൻസ് ഇൻസ്റ്റാൾ ചെയ്യലാണ് ഈ ഒരു സ്റ്റേജിൽ വരുന്നത് എന്ന് പറയുന്നത്. 14th സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്വയർമെന്റ് ഓഫ് മാൻ പവർ. മിഷനറി ഒക്കെ സെറ്റാക്കി നെക്സ്റ്റ് എന്ന് പറയുന്നത് മാൻ പവർ റിക്വയർമെന്റ്. അതായത് നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് മാൻ പവേഴ്സ് വേണം ഒരു ബിസിനസ് നടക്കുന്നുണ്ട്. സ്കിൽഡ്, സെമി സ്കിൽഡ്, അൺസ്കിൽഡ്, ടെക്നിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് പറഞ്ഞ കുറേ ടൈപ്പ് ഓഫ് മാൻ പവർ വേണം. അപ്പൊ അങ്ങനെയുള്ള എത്ര മാൻ പവേഴ്സ്, നമ്പർ വേണം, എത്ര ടൈപ്സ് വേണം, അത് ഓരോന്നിന്റെ കീഴിൽ എത്ര പേര് വേണം, നമ്പർ ഓഫ് മാൻ പവേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഓരോ ഹെഡിന്റെ കീഴിൽ എത്ര വേണം എന്നുള്ളതൊക്കെ ഫസ്റ്റ് ഡിസൈഡ്. എന്നിട്ട് അതിന്റെ ആസ്പെക്റ്റിൽ നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തും, സെലക്ട് ചെയ്യും, എത്ര ഓരോന്നിന്റെ കീഴിൽ എത്രത്തോളം വേണമെന്നുള്ളതിന് അനുസരിച്ച് മാൻ പവർ റിക്രൂട്ട്മെന്റ് ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ചെയ്യുന്നത്. റിക്വയർമെന്റ് ഓഫ് മാൻ പവർ. ഓക്കെ, 15th പോയിന്റ് എന്ന് പറയുന്നത് പ്രൊക്യൂർമെന്റ് ഓഫ് റോ മെറ്റീരിയൽ. മിഷനറി ആയി മാൻ പവർ ആയി. ഇനി മാൻ പവർ പറഞ്ഞാൽ എംപ്ലോയീസിന് വർക്ക് ചെയ്യണ്ടേ, വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം, റോ മെറ്റീരിയൽസ് വേണം. അപ്പോൾ റോ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കുക. വർക്കേഴ്സ് റിക്വയർ റോ മെറ്റീരിയൽസ് ടു വർക്ക്, കാരണം അവർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ റോ മെറ്റീരിയൽസ് വേണം. അപ്പോൾ ആ റോ മെറ്റീരിയൽസ് ആക്യുറേറ്റ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി, അവർക്ക് വേണ്ട പ്രോഡക്റ്റിന് വേണ്ട ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും റോ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. അത് പർച്ചേസ് ചെയ്ത് കമ്പനിയിൽ എത്തിക്കുക. ആ സ്റ്റേജ്, ആ തീരുമാനം, അത് ഡിസൈഡ് ചെയ്ത് അത് ചെയ്യുക എന്നുള്ളതാണ് 15th സ്റ്റെപ്പ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ നടത്താൻ പറ്റൂ. ഓക്കെ, ഇത്രയും കാര്യം കഴിഞ്ഞു. പ്രൊഡക്ഷൻ തുടങ്ങി. മാൻ പവർ, മെഷീൻ, റോ മെറ്റീരിയൽ ഒക്കെ എത്തി, നേരെ പ്രൊഡക്ഷൻ തുടങ്ങി. പ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ ഇവിടെ നമ്മൾ 2 ടൈപ്പിലാവും പ്രൊഡക്ഷൻ കൊടുക്കുക. ചിലപ്പോൾ ഒരു സാമ്പിൾ ടെസ്റ്റ് ആവും, കാരണം ട്രയൽ നടത്തുക, ട്രയൽ പ്രൊഡക്ഷൻ ആവും. ചിലപ്പോൾ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആവും. ട്രയൽ പ്രൊഡക്ഷൻ പറഞ്ഞാൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്ത് നോക്കിയിട്ട് അത് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്ത് പെർഫെക്റ്റ് ആണോ നോക്കുക. എന്നതിന് ശേഷം മാത്രമേ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ചെയ്യുള്ളൂ. ഓക്കെ, ഇങ്ങനെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ചെയ്യാറുണ്ടെങ്കിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുക, ഡയറക്റ്റ്ലി മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ റോ മെറ്റീരിയൽസും എല്ലാം അവൈലബിൾ ആക്കി പ്രൊഡക്ഷൻ നടത്തി. അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പ് അപ്ലിക്കേഷൻ ഓഫ് പെർമനന്റ് രജിസ്ട്രേഷൻ. ഇത്രയും നേരം നമ്മൾ പ്രൊവിഷണൽ രജിസ്ട്രേഷന്റെ ബേസിസിലാണ് ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുക, പെർമനന്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ അപ്ലൈ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ പെർമനന്റ് രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ നമ്മൾ ആർക്ക് കൊടുക്കണം, DICയുടെ GMന് കൊടുക്കണം. ടു ദി GM ഓഫ് ദ DIC ത്രൂ താലൂക്ക് ഇൻഡസ്ട്രി ഓഫീസർ. ഈ താലൂക്ക് ഇൻഡസ്ട്രി ഓഫീസറിന്റെ വഴി DICയിലെ GMന് നമ്മളുടെ അപ്ലിക്കേഷൻ കൊടുക്കും പെർമനന്റ് രജിസ്ട്രേഷന് വേണ്ടി. അപ്പോൾ അവർ നമ്മളെ ഇൻഫോം ചെയ്യും ഏത് ഡേറ്റ് ആൻഡ് ടൈമിലാണ് നമ്മൾക്ക് ഇൻസ്പെക്ഷന് അവർ ഓണ്ടർപ്രണേഴ്സിൻ്റെ അടുത്ത് എന്റർപ്രൈസിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വരിക എന്നുള്ള ഡീറ്റെയിൽസ് അവർ ഓണ്ടർപ്രണർക്ക് ഇൻഫോം ചെയ്യും. ആ ദിവസം അവർ വന്നിട്ട് ഇൻസ്പെക്ഷൻ നടത്തും നമ്മുടെ കമ്പനിയിൽ. ആഫ്റ്റർ ദി ഇൻസ്പെക്ഷൻ അവർ രജിസ്ട്രേഷൻ
രജിസ്ട്രേഷൻ അപ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ചെയ്യും. അപ്രൂവൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും തെളിവ് വേണ്ടേ? അപ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്യും. നമ്മൾ ആപ്ലിക്കേഷൻ നോർമലി ആപ്ലിക്കേഷൻ കിട്ടിയ ശേഷം അവർ ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ തന്നെ അവർ വന്ന് ഇൻസ്പെക്ഷൻ നടത്തി നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്യും. ഓക്കെ, ഈ രജിസ്ട്രേഷൻ പീരിയഡ് ഓഫ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പെർമനന്റ് 2 ഇയർ ആണ്. 2 ഇയർ കഴിയുമ്പോൾ നമ്മൾ റിന്യൂ ചെയ്യണം. ആ റിന്യൂ ചെയ്യേണ്ടത് 3 മാസം എക്സ്പയർ ആയിട്ട് നമ്മൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയി 3 മാസത്തിനുള്ളിൽ തന്നെ റിന്യൂ ചെയ്യണം. മറ്റോടത്ത് 1 വർഷമാണ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന്റെ കാലാവധിയെങ്കിൽ പെർമനന്റിന് 2 വർഷമാണ്. അത് 2 വർഷം കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ നമ്മൾ റിന്യൂ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇങ്ങനെ 16 സ്റ്റെപ്പാണ് നമ്മളൊരു MSME സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ വരുന്നത്. ഈ 16 സ്റ്റെപ്പും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്റ്റെപ്സ് ഫോർ സ്റ്റാർട്ടിങ് MSME ആണ് പറഞ്ഞത്. ഒരൊറ്റ ടോപ്പിക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ പറഞ്ഞെല്ലാം മനസ്സിലായി വിചാരിക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ അമർത്തുക. ബെല്ലൈക്കനിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.